ജസ്ന തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ ദിവസമാണ് അടുത്ത മാസം 3-ാം തീയതി. അന്നാണ് തിരുവനന്തപുരം CJM കോടതി ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിൽ വിധി പറയാൻ പോകുന്നത്. ആ വിധി എന്തായാലും അത് ജസ്നയുടെ പിതാവ് കോടതിയിൽ നൽകുന്ന തെളിവുകളെ ആശ്രയിച്ചാകും. ആ തെളിവുകൾ നിർണായകമാണ്. കാരണം ജസ്നയുടെ പിതാവ് നൽകുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ പുനരന്വേഷണം ആകാമെന്നാണ് ഏറ്റവും ഒടുവിൽ CBI കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. CBI നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിന് ശേഷം CBI തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ ക്ലോഷർ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെതിരെയാണ് ജസ്നയുടെ പിതാവ് CJM കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. CBI അന്വേഷണത്തിൽ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞു, നിർണായകമായ പല തെളിവുകളും CBI പരിശോധിച്ചില്ല എന്നായിരുന്നു ഈ ഹർജിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഈ ഹർജിയിൽ വിശദമായ വാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി കേട്ടത്. ചൂടേറിയ വാഗ്വാദങ്ങൾ CBIയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ജസ്നയുടെ പിതാവിൻ്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ജസ്നയുടെ പിതാവ് പ്രധാനമായും ഉന്നയിച്ച ആരോപണങ്ങൾ, ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ CBI പരിശോധിച്ചില്ല, അതൊരു പ്രധാന തെളിവായിരുന്നു. അത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു, എന്നാൽ ആ തെളിവ് CBI പരിശോധിച്ചില്ല എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, ജസ്നയുടെ വ്യാഴാഴ്ച പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട നടപടികൾ, അത് പക്ഷേ ഇതുവരെ ജസ്നയുടെ പിതാവ് CBIയോട് വെളിപ്പെടുത്തിയിരുന്നില്ല. ഈ കാര്യങ്ങൾ CBIയോട് വെളിപ്പെടുത്തിയാൽ അജ്ഞാതനായ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തെന്ന് സംശയിക്കുന്നു. അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് CBIയോട് വെളിപ്പെടുത്താതിരുന്നത് എന്നാണ് ജസ്നയുടെ പിതാവ് കോടതിയെ അറിയിച്ചത്. അപ്പോൾ ഏറ്റവും നിർണായകമായത് എന്ത് പ്രാർത്ഥനയ്ക്കാണ് ജസ്ന വ്യാഴാഴ്ചകളിൽ പോയിരുന്നത്, ആ അജ്ഞാത സുഹൃത്ത് ആരായിരുന്നു, ഈ കാര്യങ്ങൾ ജസ്നയുടെ പിതാവ് ഇനി കോടതിയിൽ സീൽഡ് കവറിൽ സമർപ്പിക്കുമോ എന്നുള്ളതാണ്. അതാണ് CBI കാത്തിരിക്കുന്നതും. അങ്ങനെ ഒരു തെളിവ് സ്വകാര്യമായി നടത്തിയ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി എന്നാണ് ജസ്നയുടെ പിതാവ് അവകാശപ്പെടുന്നത്. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് ഈ മാസം 3-ാം തീയതി അറിയാൻ കഴിയും. അന്നാണ് സീൽഡ് കവറിൽ ഈ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാകും കോടതി ഹർജിയിൽ ഒരു തീരുമാനം പറയുക. ഏതായാലും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. CBI ഈ കേസിൽ തുടരന്വേഷണം നടത്തുമോ, അതല്ല പിതാവ് നൽകിയ തെളിവുകൾ ദുർബലമാണ് എന്നുള്ള വാദമുയർത്തി അന്വേഷണത്തിൽ നിന്ന് CBI പിന്മാറുമോ, ഇതാണ് ഇനി അറിയാനുള്ളത്.